അവിടുത്തെ നേതാക്കന്മാരെ ഈ കേരളക്കരയിൽ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തുകയും അവരുടെ പേരിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിക്കായിട്ട് സൈറ്റുകൾ ഉണ്ടാക്കി അവരെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഭീകരവാദികളെ കേരളത്തിലും കൊണ്ടുവന്ന് ഒരു മുതലെടുപ്പ് നടത്തുകയും കേരളത്തിലും അവർക്കൊരു സ്പേസ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 20 സീറ്റിന് പകരം കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പിന്തുണ കാണിച്ചതിന്റെ പേരിൽ 3 ഇരട്ടി സീറ്റ് നേടാൻ സാധിക്കുമെന്ന് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, തന്നെയും പിന്നെയും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നഷ്ടപ്പെടുകയാണ് പലതും. നമ്മുടെ നാടിന്റെ മാനവികത നഷ്ടപ്പെടുന്നു. ഈ തീവ്രവാദികളോടുള്ള ഇവരുടെ അനുഭാവവും പിന്തുണയും കാരണം നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. ഇസ്ലാമിക വിരുദ്ധതയുടെ ഉത്തരവാദികൾ കേരളത്തിലെ ഇത്തരം മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് ഹമാസിനു വേണ്ടി മാത്രം കരയുന്ന, ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി മാത്രം മോങ്ങിക്കാറുന്ന ഈ കാപട്യക്കാരാണ്, ഈ കാപട്യക്കാരാണ്. 2 കോടി വരുന്ന ചൈനയിലെ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുന്ന ചൈനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത ഇന്ത്യയിലെ ചൈനീസ് എംബസിയിലേക്ക് ഇവർക്ക് ഒരു മാർച്ച് നടത്താവുന്നതല്ലേ ഉള്ളൂ. ഡൽഹിയിലെ ചൈനീസ് എംബസിയിലേക്കുള്ള മാപ്പ് ഉണ്ടല്ലോ, ഗൂഗിളിൽ കിട്ടുമല്ലോ. എന്തേ പറ്റാത്തത്? ചൈനയായതുകൊണ്ട്. ചൈനക്കെതിരെ ഇവരെ എങ്ങനെയാ മിണ്ടുക? ഇവരെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കില്ല. കാരണം ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കമന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാകും. ഈ കമന്റിൽ വരുന്ന തെറികൾ നിങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ. ഇത് തന്നെയാണ് ഇവരുടെ മുഖമുദ്ര. ഞാൻ എല്ലാ ദിവസവുമുള്ള ലൈവുകളിൽ പറയാറുള്ളത് പോലെ തന്നെ ഇവരുടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കാമം. അപ്പോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കമന്റ് ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തായിരുന്നാലും ഞാൻ ഇവരെ ആരെയും ഇന്ന് ബ്ലോക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇവരെ എന്താണ് എന്ന് കുറച്ചുകൂടി ആളുകൾ ഒന്ന് മനസ്സിലാക്കട്ടെ കേട്ടാ. വളരെ മോശമായ പദപ്രയോഗങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവരുടെ ബ്രെയിൻ ഫോം ചെയ്ത് വരുന്ന ഉടനെ തന്നെ മാതാപിതാക്കൾ ഇവരെ കൊണ്ടുവിടുന്നത് എവിടെയാ? മദ്രസകളിലാണ്. ഈ മദ്രസകളില് ഇവർ കാണുന്നത് ആരെയാ? കുഞ്ഞുങ്ങളെ പിടിച്ച് കമിഴ്ത്തിയും മലർത്തിയും കിടത്തുന്ന ഉസ്താദുമാരെയാ. അപ്പൊ ആ കൾച്ചർ കണ്ടും കേട്ടും പഠിച്ചു വളരുന്നതിനിടയിൽ ഇവർ പിന്നീട് കാണുന്നത് ആരെയാ? മുഹമ്മദിനെയാണ്. മുഹമ്മദിന്റെ ഇത്തരം രീതികൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പഠിച്ചും ഇവരറിയാതെ ഒരു മുഹമ്മദ് ആവാൻ ശ്രമിക്കുവാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഭാഷകൾ, ഇവരുടെ കമന്റുകൾ, ഇവരുടെ പ്രതികരണങ്ങളൊക്കെ ലൈംഗിക ചുവയുള്ളതായി മാറുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും. കേരളത്തിൽ മുസ്ലിം വിരുദ്ധത നിറയ്ക്കുന്നത് ഇത്തരം ആളുകളാണ്. ഒന്ന്, ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന, ഹമാസ് ഭീകരരായ ആളുകൾക്കു വേണ്ടി മോങ്ങിക്കാറുന്ന ഒരു വിഭാഗം ജനത. 2, ഇങ്ങനെ തെറി കമന്റുകളും ലൈംഗിക ചുവയുള്ള സംസാരവുമായി വരുന്ന ഇത്തരം മുഹമ്മദിയന്മാർ. ഒരു 2-3 ദിവസം മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു. നെതർലാൻഡില് ആൻഹം എന്നാണ് ഈ നഗരത്തില് ഖുർആൻ കത്തിക്കാൻ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി. ഒരു പോലീസ് സേന പ്രദേശത്തെ സംരക്ഷിച്ചിട്ടും ഒരു മുസ്ലിം പ്രതിരോധ രേഖ ഭേദിച്ച് തീവ്രവാദി ആക്രമണത്തിന് ശ്രമിച്ചു. അതിനെ പോലീസ് ധീരമായി നേരിട്ടു. അവരെ കൈകാര്യം ചെയ്ത ശേഷം തീവ്രവാദി 2ാമത്തെ ശ്രമം നടത്തി. അതായത് സെക്യൂരിറ്റി നിന്ന ആളുകളെ വരെ ഈ തീവ്രവാദികൾ, പോലീസ് ഒരുവിധം ആദ്യം നിയന്ത്രിച്ചെങ്കിലും പിന്നീട് പോലീസിനെ തന്നെ ഈ തീവ്രവാദി ആക്രമിക്കുകയായിരുന്നു. കൂടുതൽ മുസ്ലിങ്ങള് പോലീസ് പ്രതിരോധം ഭേദിച്ച് മുന്നോട്ട് വന്നു. അവർ വരുന്നത് കണ്ടപ്പോൾ ഭീരുത്വത്തോടുകൂടി അവർ ഓടി. ഈ തീവ്രവാദികള് ഒരാളായിട്ടോ 2 ആളായിട്ടോ അല്ല വരിക, വലിയ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നോ ഒക്കെ വിളിക്കും. അത് കേൾക്കുമ്പോഴേക്ക് മറ്റ് സാധാരണ ജനങ്ങൾ ഓടി രക്ഷപ്പെടും. കാരണം ഒന്നുകിൽ പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം ഇവിടെ ഉണ്ടാകുമോ എന്നവർ ഭയക്കുന്നു. കേരളത്തില് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കനകമല അറസ്റ്റ്. നമുക്കറിയാം 2017-18 ഈ സംഭവം നടക്കുന്നത്.
പിന്നെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചി ടീം 2016 ഒക്ടോബർ 2 നടത്തിയ ഒരു കനകമല ഓപ്പറേഷൻ, അതിലൂടെയാണ് 2017 ജനങ്ങൾ ഈ വിവരം ഞെട്ടിക്കുന്ന രൂപത്തിൽ അറിയുന്നത്. കേരളത്തിലെ IS ബന്ധം സ്ഥിരീകരിക്കുന്ന വളരെ നിർണായകമായ അറസ്റ്റുകൾ കേരളത്തിൽ നിന്നുണ്ടാകുന്നു. ഇതില് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭീകരവാദികൾ, തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നത് അത്തരം ആശയങ്ങൾ ഇവർക്കിടയിൽ എത്തിച്ചു കൊടുക്കാൻ മലയാളികൾ സജീവമായി ഉണ്ട് എന്നാണ്. കേരളത്തിലെ ISന്റെ വേര് കണ്ടെത്തിയ കനകമല അറസ്റ്റിന് നേതൃത്വം കൊടുത്തത് ഒരു മലയാളിയാണ്. NIA SP-യുമായിരുന്നു. ഷൗക്കത്ത് അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിലെത്തിയ കുറച്ച് മലയാളികളുടെ നേതൃത്വത്തിൽ നാട്ടിലുള്ള സമാന ആശയക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി. കേരളത്തിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിട്ടു. പക്ഷെ ഈ ഗ്രൂപ്പിൽ തന്ത്രപരമായി NIA ഉദ്യോഗസ്ഥർ കയറിപ്പറ്റി. ഹൈക്കോടതി ജഡ്ജിമാര്, അതുപോലെ BJP നേതാക്കള്, യുക്തിവാദികള്, ഇവരെയൊക്കെ വധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ഇവർ പദ്ധതിയിട്ടത്. ഇതിന്റെ കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് കനകമലയിൽ ഇവർ ഒത്തുകൂടുന്നത്. പക്ഷെ ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഷൗക്കത്ത് അലിയും സംഘവും ഒക്ടോബർ 2 കനകമല വളഞ്ഞു. കണ്ണൂര് അണിയാരം സ്വദേശി മദീന മഹൽ മൻദീസ് 30-കാരൻ, തമിഴ്നാട് കോയമ്പത്തൂർ GM നഗർ സ്വദേശി അബു ബഷീർ 29-കാരൻ, തൃശൂർ ചേലക്കര സ്വദേശി സ്വാലിഹ് മുഹമ്മദ് T 26-കാരൻ, മലപ്പുറം തിരൂര് പൊന്മുണ്ടം സ്വദേശി പൂക്കാട്ടിൽ വീട്ടിൽ സഫ്വാൻ 30 വയസ്സ്, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശികളായ നങ്ങീലംകണ്ടി ജാസിം NK 25 വയസ്സ്, നങ്ങീലംകണ്ടി റംഷാദ് ബ്രദേഴ്സ് ആണ് 24. ഇവരെ NIA സംഘം അറസ്റ്റ് ചെയ്തു. ആലോചിക്കണം, ഇവരിലേക്ക് ISISന്റെ ആശയങ്ങൾ എങ്ങനെ എത്തി? അതീവ രഹസ്യമായും ആസൂത്രിതമായും NIA നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇവർ കുടുങ്ങുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് കേരളത്തിൽ സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയുന്നത് പോലും. 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും തീവ്ര സലഫി ആശയക്കാരെയും ഒക്കെ അതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഡയറികൾ ഇതൊക്കെ പിടിച്ചെടുത്തു. ഇതിൽ നിന്നൊക്കെ നിർണായകമായ വിവരങ്ങളും ലഭിച്ചു. അപ്പം കനകമല ഓപ്പറേഷൻ കേരളത്തിലെ ISന്റെ വേര് കണ്ടെത്തുന്നതിന് നിർണായകമായി. 500-ലധികം മലയാളികളെ ഇതിനുശേഷം ചോദ്യം ചെയ്തു. NIA ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. IS എന്ന ഒന്നുണ്ട് എന്നും അതിന്റെ ആഴവും തീവ്രതയും ദേശീയ അന്വേഷണ ഏജൻസി തിരിച്ചറിഞ്ഞതും യഥാർത്ഥത്തിൽ ഈ അറസ്റ്റോടുകൂടിയാണ്. കനകമല അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനുശേഷം 20-ലധികം IS കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളായിരുന്നു ഈ അറസ്റ്റിലേക്കും നയിച്ചത്. വിശ്വസിക്കുന്നു നിങ്ങൾ? ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്കൊക്കെ ഏറെ തലവേദനയാണ് എല്ലാ കാലവും ISന്റെ അൽ മുഹാജിറൂൻ ബ്ലോഗും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പച്ചവെളിച്ചക്കാരും. അൽ മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ തന്നെ യാത്രക്കാരെന്നാണ്, പലായനം ചെയ്യപ്പെടുന്നവരെന്നാണ്. അങ്ങനെ ഒരു ബ്ലോഗ് ഉണ്ടാക്കി അതിന്റെ പിന്നിലാണ് ഇവർ പ്രവർത്തിച്ചത്. കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിയായ സജീർ അബ്ദുള്ളയായിരുന്നു ടെലഗ്രാം ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത്. സജീറിനോടൊപ്പം IS ക്യാമ്പിൽ പോയി പിന്നീട് തിരിച്ചെത്തിയ മുഈനുദ്ദീൻ ഈ ഗ്രൂപ്പിൽ സജീവമായിരുന്നു. സജീർ പിന്നീട് കൊല്ലപ്പെട്ടതായിട്ട് വിവരം വന്നു. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. UAE-യിലായിരുന്നു മുഈനുദ്ദീൻ NIA നാട്ടിലേക്ക് എത്തിച്ച് അറസ്റ്റ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ആളുകൾ തഴച്ച് വളരുന്നുണ്ട് എന്ന് നമ്മൾ ഞെട്ടലോടുകൂടിയാണ് അറിയുന്നത്, മനസ്സിലാക്കുന്നത്. കാശ്മീർ ഫയൽസ് വന്ന സമയത്ത് നമുക്കറിയാം ഏതൊക്കെ രൂപത്തിലായിരുന്നു ഇവിടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു കേരള സ്റ്റോറിയെയും. നമുക്കറിയാം JNU സർവകലാശാല, പിന്നെ പല സ്ഥലങ്ങളിലും കാശ്മീർ ഫയൽസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് ഉയർന്നു. മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന കൃഷ്ണ പണ്ഡിറ്റ് നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ സ്വതന്ത്ര മലയാള പരിഭാഷ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. മുത്തച്ഛന്റെ ചിതാഭസ്മവുമായി കാശ്മീരിലെത്തിയ ഒരു കൃഷ്ണ പണ്ഡിറ്റ്
അധ്യാപികയായ രാധിക മേനോന്റെ നിർദ്ദേശത്തെ തുടർന്ന് മുസ്ലിം തീവ്രവാദി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിട്ടാണ് ക്യാമ്പസിൽ തിരിച്ചെത്തുന്നത്. കാശ്മീരിൽ കണ്ട കാഴ്ചകളെ പറ്റി തീവ്രവാദി നേതാവ് പങ്കുവച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ കൃഷ്ണ പണ്ഡിറ്റിനെ രാധിക മേനോൻ ക്ഷണിക്കുന്നു. രാധിക മേനോൻ